ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗെയിൻ. വിയറ്റ്നാമിലെ ഫുക്കോക്ക് ഐലൻഡിലെ ഹോങ്തും കേബിൾ കാർ യാത്രയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. കടലിന് മീതെയുള്ള അമനോഹരമായ യാത്ര ഓർക്കുന്നില്ലേ? അതിനുശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി ആ ബേസ് സ്റ്റേഷനിലോട്ട് വന്നേക്കാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ ബേസ് സ്റ്റേഷനിലെ കാഴ്ചകളൊന്നും കാണാനുള്ള അധികം സമയം കിട്ടിയില്ല. കാരണം ടിക്കറ്റ് എടുത്ത് വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ നേരെ കേബിൾ കാറിലേക്ക് കയറിയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ ബേസ് സ്റ്റേഷനിൽ നല്ല രസമാണ് കേട്ടോ. ആൾക്കാർക്കൊക്കെ വന്ന് ഒത്തുചേരാനും അതുപോലെ നല്ല തറയൊക്കെ നല്ല ക്ലീൻ ആണ്, നീറ്റായിട്ട് കല്ലൊക്കെ വിരിച്ച് നല്ല രസമാണ് കാണാനായിട്ട്. സൺസെറ്റ് സിറ്റി എന്നാണ് ഈ ഒരു ഏരിയയെ തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. തിരിച്ച് ഹോട്ടലിലേക്ക് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാബ് വരുന്ന സമയം കൊണ്ട് ഈ സൺസെറ്റ് ടൗണിലെ കാഴ്ചകളൊക്കെ ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ്. നല്ല പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം, അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. നിരവധി ഫ്ലാറ്റുകളും അതുപോലെ ഓഫീസുകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹോൺടോൺ കേബിൾ കാറിലേക്ക് പോകുന്ന ആളുകൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴി നന്നായിട്ട് വിശ്രമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത്രയ്ക്കൊരു വൈബുള്ള സ്ഥലമാണിത്. നേരത്തെ സഞ്ചരിച്ച കേബിൾ കാറുകളുടെയൊക്കെ ഉത്ഭവസ്ഥാനം ഇവിടെ നിന്നാണ്. അങ്ങനെയുള്ള കാറുകളൊക്കെ ഇങ്ങനെ മേലോട്ടും താഴോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ലോകപ്രസിദ്ധമായ കടലിന് കുറുകെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഒരു കേബിൾ കാർ യാത്രയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. വന്ന ഹൈവേ കൂടെ തന്നെയാണ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നത്. തിരികെ പോകുന്ന സമയത്ത് ഡ്രൈവർ പറഞ്ഞു നമുക്ക് വേറെ കുറച്ച് വഴികളിലൂടെ ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പം പെട്ടെന്ന് ഹോട്ടലിൽ എത്താൻ പറ്റും. അതൊരു ഗ്രാമീണ റോഡുകളിൽ ചേർന്നതായിരുന്നു. അങ്ങനെ കുറേ എത്തുമ്പോൾ വളരെ ചെറിയ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള വഴികൾ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള റോഡിലൂടെയൊക്കെ പോയി നല്ല രസമായിരുന്നു ആ കാഴ്ചയൊക്കെ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഫുക്കോക്കിലെ അതിമനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് കേട്ടോ. ഒരു സഫാരി പാർക്കിലേക്കാണ്. വിയറ്റ്നാമിലെ ഈ സുന്ദരമായ ഫുക്കോക്ക് ദ്വീപിലെ വിൻപേൾ സഫാരി പാർക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഒരു ടാക്സിയിലാണ് വന്നത്. ശരിക്കും പ്രകൃതിയെയും വന്യജീവികളെയൊക്കെ ഒരുമിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന വിയറ്റ്നാമിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ സെമി വൈൽഡ് സഫാരി പാർക്കാണിത്. നിങ്ങളപ്പോൾ ഈ ഫുക്കോക്ക് ദ്വീപിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഈ വിൻപേൾ സഫാരി എന്ന് പറയുന്നത്. ഏകദേശം 350 ഹെക്ടറിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 200-ലധികം സ്പീഷീസിലുള്ള ആയിരക്കണക്കിന് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ നടന്നു തന്നെ ഈ കാടിന്റെ ആ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നടക്കേണ്ടോ. നമുക്ക് വേണമെങ്കിൽ നടന്ന് ക്ഷീണിച്ചാൽ ഇവിടെ ഇലക്ട്രിക് വണ്ടികളുണ്ട്. ആ വണ്ടികളിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. പക്ഷേ കാഴ്ചകൾ കാണാൻ കുറച്ചും കൂടി നല്ലത് നടന്ന് തന്നെയാണ്. കാരണം ഇരുവശത്തുള്ള ഓരോ മൃഗങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നതൊക്കെ കാണുന്നത് നമുക്ക് നടന്ന് കാണുമ്പോഴാണ് കുറച്ചും കൂടി സൗകര്യം. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നടന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഞങ്ങളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ഭീമൻ ആമകൾ, കടലാമയാണോ സംശയമുണ്ട്, വലിയ സൈസാണത്. പിന്നീട് ഞങ്ങൾ എത്തിയത് റെപ്റ്റൈൽസുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്താണ്. പാമ്പുകളുണ്ട്, അതുപോലെ വലിയ വലിയ മുതലകൾ, ചീങ്കണ്ണികളൊക്കെ ഉണ്ട്. അപ്പോൾ തേജുവിന് അതൊക്കെ കണ്ടിട്ട് പേടിയായി. അതുകൊണ്ട് അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു തൂക്കുപാലത്തിൽ കൂടെയൊക്കെ കയറി. ഈ തൂക്കുപാലത്തിൻ്റെ അടിയിലും നമുക്ക് ഈ ചീങ്കണ്ണികളെ കാണാൻ പറ്റും. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് നടന്നു. ഈ വിൻപേൾ സഫാരി പാർക്കിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓപ്പൺ സൂ ആണ്. സാധാരണ മൃഗശാലകളിൽ മൃഗങ്ങളെയൊക്കെ ചെറിയ കൂടുകളിലാണല്ലോ അടച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് അവരിങ്ങനെ വിശാലമായി തുറന്നിട്ടിരിക്കുകയാണ്. നമ്മളാണ് ഒരു കൂട്ടിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രമായ ജീവിതവും അതുപോലെ സന്ദർശകർക്ക് കൂടുതൽ യാഥാർത്ഥ്യമായ അനുഭവവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സഫാരി പാർക്കിലെ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ നീളുന്നൊരു യാത്രയാണ് കേട്ടോ. ശരിക്കും കാടിന്റെ നടുക്കേ കൂടി ഇങ്ങനെ പോവുകയാണത്. പല വിധത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും. ദാ ഇവിടെ ഒരു സിംഹവും സിംഹിണിയും കൂടി അവരുടെ ലവ് മേക്കിംഗ് സീനുകളൊക്കെയാണ് കാണുന്നത്. അതുപോലെ ഈ യാത്രയ്ക്കിടയിൽ നിരവധി കടുവകൾ, വെള്ളക്കടുവകൾ, കരടികൾ, കണ്ടാമൃഗങ്ങൾ, ജിറാഫുകൾ. അതാണ് തേജുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ജിറാഫിനെ കേട്ടോ. അതുപോലെ സീബ്രയൊക്കെ കാണാം നമുക്ക്. ഇതൊക്കെ ശരിക്കും അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ബസ്സിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിൻഡോ കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തൊട്ടടുത്ത് വന്ന് നിൽക്കും.
വിവിധ മൃഗങ്ങളുടെ ലൈവ് ഷോകളും അതുപോലെ പക്ഷികളുടെ പ്രകടനമൊക്കെ ഈ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ജിറാഫുകൾക്ക് നമ്മുടെ സ്വന്തം കൈകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ ഫുഡൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ അത് കൊടുത്തിട്ട് ഈ നീളൻ കഴുത്തുമായിട്ട് ജിറാഫുകൾ ഇങ്ങനെ വരുമ്പോൾ തല താഴ്ത്തി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ഭയങ്കര ചിരിയാണത്. ഫ്യൂക്കോക്ക് എന്ന അതിമനോഹരമായ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി വിയറ്റ്നാമിൽ തന്നെ മറ്റൊരു സിറ്റിയിലോട്ട് പറക്കുകയാണ്. ഡനാങ് എന്ന വിയറ്റ്നാമിൻ്റെ മധ്യഭാഗത്തുള്ളൊരു സിറ്റിയാണ്. അതിനുവേണ്ടി ഫ്യൂക്കോക്ക് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. തേജു വീഡിയോ ഒക്കെ കണ്ട് കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ സമയം കളയുന്നു. ഞാനും സൂര്യയും രാത്രി ഡിന്നർ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ ലോഞ്ചിൽ തന്നെ ഡിന്നറെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത്ര വലിയ എയർപോർട്ടല്ല, എന്നാലും നമ്മുടെ കൊച്ചിയുടെയൊക്കെ പോലെ തന്നെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു എയർപോർട്ട് തന്നെയാണ്. ഡനാങ്ങിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ബോർഡിൽ കണ്ടു തുടങ്ങി. അതായത് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ആളുകളൊക്കെ ക്യൂ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി. ഒരു വിയജെറ്റ് ഫ്ലൈറ്റ് ആണ്. വിയജെറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഫുക്കോക്ക് ഐലൻഡിൽ നിന്ന് നിരവധി സർവീസുകളാണ് വിയറ്റ്നാമിന്റെ പല ഭാഗത്തേക്കും പല സിറ്റികളിലേക്കും സർവീസ് നടത്തുന്നത്. അപ്പോൾ ഒരു ബസ്സിൽ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഒന്ന് രണ്ട് പിള്ളേരായിട്ട് തേച്ച് ഭയങ്കര കമ്പനിയായി. വിയറ്റ്നാമി പിള്ളേരാണ്, അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവനെന്തോ തിരിച്ചു പറയുന്നുണ്ട്. ഒരു ചേട്ടനും അനിയത്തിയാന്ന് തോന്നുന്നു. അവരായിട്ട് നല്ല കമ്പനിയായി അവൻ. കുറച്ച് നേരം ഉണ്ടായുള്ളെങ്കിലും ഒരു 5 മിനിറ്റ് യാത്രയാണല്ലോ ഈ ഫ്ലൈറ്റിലോട്ട് കയറുമ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിലോട്ട് കയറി. അത്യാവശ്യം സൗകര്യമുള്ളൊരു ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ വിയജെറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് വിയജെറ്റ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ യാത്ര കൊണ്ട് ഞങ്ങൾ ഡനാങ്ങിലെത്തി. ഇതാണ് ഡനാങ് എയർപോർട്ട്. അപ്പോൾ ഈ എയർപോർട്ടിൽ ഞങ്ങൾക്ക് വിസ പ്രോസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുക്കോക്കിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ബാക്കി വിയറ്റ്നാമിൻ്റെ ഏതൊരു സിറ്റിയിലോട്ട് വരുന്നതിന് വേണ്ടി ഈ വിസ ആവശ്യമാണ്. അങ്ങനെ എല്ലാം വിസ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം 8-9 മണിയായിട്ടുണ്ട്. ഇപ്പോൾ രാത്രികാല ദൃശ്യമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് റിസോർട്ടിലെത്തി. അവിടെ ട്രാവൽ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ച് ഞാൻ ചെക്ക് ഇൻ നടപടികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേജും സൂര്യയും ആ വിശാലമായ ലോബിയിലിരുന്ന് സമയം കളയാണ്. അടുത്ത ദിവസം സൂര്യൻ തേജു ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ റിസോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയൊക്കെയാണ്. ഇന്നലെ രാത്രിയാണല്ലോ വന്നത്, അതുകൊണ്ട് കാഴ്ചകളൊന്നും കണ്ടില്ല. എന്നാലും നല്ലൊരു വലിയൊരു റിസോർട്ടാണെന്ന് മനസ്സിലായിരുന്നു. ഈ സാൻഡി ബീച്ച് റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിപ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ, അത്രയ്ക്ക് സുന്ദരമായൊരു റിസോർട്ട് തന്നെയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ബീച്ചുണ്ട്. ആ ബീച്ചിൽ പോയി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു തന്നു. നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബീച്ചിൽ പോയിട്ട് നമുക്കൊന്ന് 1-2 ദിവസം സ്പെൻഡ് ചെയ്യണം. നല്ല രസമുള്ളൊരു കാര്യം തന്നെയാണത്. വേറെ തിരക്കുകളിലോട്ടൊന്നും പോകാതെ വെറുതെ നമ്മൾ റിസോർട്ടിൽ തന്നെ നമുക്ക് ഇരിക്കുക. അത്രയ്ക്കുള്ള ഫെസിലിറ്റിയുള്ള റിസോർട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നും അധികം പ്രൈസും അല്ല കേട്ടോ. നമ്മളുടെ 4000-5000 രൂപയെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസോർട്ട് ഇവിടെ കിട്ടും. നല്ല വിശാലമായ നല്ല ഭംഗിയുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ പല പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. ഒരു വലിയ റിസോർട്ട് തന്നെ, നല്ല ലോണൊക്കെ ഇങ്ങനെ പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല രസമായിട്ടുണ്ട് അത്. റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയും നല്ല ബൃഹത്തായ ഏരിയ ഉണ്ടോ. അതുപോലെ ഫുഡും നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഇനി ഡനാങ്ങിലെ കാഴ്ചകളിലോട്ട് പോവുകയാണ്. വിയറ്റ്നാമിലെ ഡനാങ് ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. സോൺട്ര പെനിസുലയിലെ ലിങ്വൻ പഗോഡ, അതായത് ലേഡി ബുദ്ധ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഡനാങ് സിറ്റി സെൻറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ യാത്ര തന്നെ നല്ല രസമാണ്. ഒരു സൈഡിൽ സിറ്റി, മറ്റൊരു സൈഡിലാണെങ്കിലോ ഈ കടലിങ്ങനെ കയറി കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് മലയും കടലും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണത്. രാവിലെ തന്നെ അവിടേക്ക് പോകുന്നത് കൊണ്ട് കാലാവസ്ഥ നല്ല നല്ല രസമായിരുന്നു. നിരവധി വളവുകളും കാഴ്ചകളൊക്കെ നിറഞ്ഞ റോഡിലൂടെ ഇങ്ങനെ മല കയറിയിട്ടാണ് നമുക്ക് പോകാനായിട്ട്. ശരിക്കും നമുക്ക് ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ പഗോഡയുടെയൊക്കെ ചെറിയൊരു രൂപമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നിട്ട് നല്ല സീനിക്കാണ്. ആ കടലിൻ്റെ അഭിമുഖമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു റോഡ് തന്നെയാണിത്. പഗോഡ സ്ഥിതി ചെയ്യുന്ന ആ ബൃഹത്തായ ഉദ്യാനത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ കയറി.
ഏകദേശം 67 മീറ്റർ ഉയരമുള്ള ലേഡി ഓഫ് ബുദ്ധ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതിമയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ഈ വലിയ ബൃഹത്തായ ഏരിയയിൽ കൂടെ നമുക്കിങ്ങനെ നടക്കണം. നല്ല കല്ലുകളൊക്കെ വിരിച്ച് ടൈലൊക്കെ വിരിച്ചിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലമുണ്ടാവും. ഈ പ്രതിമ മാത്രമല്ല, ചെറുതും വലുതുമായ നിരവധി പ്രതിമകൾ നിറഞ്ഞ ഒരു ക്ഷേത്രാങ്കണം തന്നെയുണ്ട് അത്. ഈ സമയത്തൊക്കെ ശരിക്കും ഈ ലേഡി ഓഫ് പഗോഡയുടെ പരിസരമൊക്കെ ജനങ്ങൾ നിറയേണ്ടതാണ്. നേരത്തെ നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞ പോലെ ഈ വോർ സമയമാണല്ലോ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ. അതുകൊണ്ടാണ് യൂറോപ്യൻ സഞ്ചാരികളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ തിരക്ക് കുറവ്. തേജു അങ്ങനെ ആ ടൈലിട്ട ഗ്രൗണ്ടിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. സേഫ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവൻ അങ്ങനെ ഓടിക്കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. 2010 പൊതുജനങ്ങൾക്കായിട്ട് ഈ പ്രതിമ, ഈ വെളുത്ത മാർബിൾ പ്രതിമ നിർമ്മിച്ചത്. പുറത്തുനിന്ന് കാണുമ്പോൾ മനോഹരമായൊരു ശില്പമാണെന്ന് നമുക്ക് തോന്നും. അതിൻ്റെ അകത്ത് 17 നിലകളുണ്ട്. ഓരോ നിലയിലും വിവിധ ഭാവങ്ങളിലുള്ള ബുദ്ധ പ്രതിമകളും ആരാധനയ്ക്കുള്ള ചെറിയ മണ്ഡപങ്ങളും ഇതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. മൈക്കി ബീച്ചിൻ്റെയും അതുപോലെ സോൻട്ര മലനിരകളുടെയും സുന്ദരമായ കാഴ്ചകൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാണ് സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റിയത്. ഈ ക്ഷേത്രത്തിൽ വരികയും ചെയ്യാം, ഇങ്ങനെയുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. അതായത് സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മുനമ്പാണ് ഈ ഒരു ലേഡി പഗോഡ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ ലേഡി ബുദ്ധ പഗോഡയുടെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത്. എവിടെ നോക്കിയാലും നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളെ കാണാൻ പറ്റും. അതുപോലെ ഈ ബോൺസായി മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ബുദ്ധ പ്രതിമകൾ ആ ബോൺസായി ചെടികളുടെ ഇടയിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ഡ്രാഗൺ ശില്പങ്ങൾ. എന്തിനു പറയുന്നു, ഓരോ കോണിൽ നിന്നും നോക്കുമ്പോഴും നമുക്ക് കൂടുതൽ ഭംഗിയായിട്ടാണ് ആ പരിസരമൊക്കെ നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. അതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് കിട്ടുന്നത്. ഞാൻ കുറച്ചു നേരം ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കും കയറി. നമ്മളവിടെ നമ്മുടെ പാദരക്ഷകളൊക്കെ മാറ്റിയിട്ട് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ഇരിക്കുമ്പോൾ അങ്ങനെ കുറേ നേരം, എത്ര നേരം ഇരുന്നാലും നമുക്ക് മതി വരില്ല. അത്രയ്ക്കൊരു ശാന്തതയാണ് ആ അമ്പലം നമുക്ക് തരുന്നത്. ലേഡി ഓഫ് പഗോഡയിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീണ്ടും ആ റിസോർട്ടിനടുത്തുള്ള ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിയൊക്കെയാണ്. നല്ല ഭംഗിയുള്ള ബീച്ചാണ്, ശാന്തമായ ബീച്ച്. അതിലൂടെയൊക്കെ കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ വിയറ്റ്നാമിലെ 3-ാമത്തെ ദിവസം അവിടെ തീരുകയായിരുന്നു. ഇനി ഡനാങ്ങിലെ കാഴ്ചകളായിട്ട് അടുത്ത ദിവസം വരാം. ബൈ ബൈ.